ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പെരുന്നാട് കക്കാട്ടുകാറ്റിലാണ്. ഇവിടുന്ന് അള്ളിയൂണ്ട ഇട്ട് നമ്മളെ ആരകൻ, ലാഞ്ഞിൽ ഇങ്ങനെയുള്ള മീനിനെയൊക്കെ പിടിക്കാനാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. ഇപ്പം വെള്ളം ഇച്ചിരി കൂടുതലാണ്, ഇത് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് പൂർണ്ണമായിട്ടും കുറഞ്ഞാലേ നമുക്ക് അങ്ങനെ ചൂണ്ടയിടാൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയ ഇരകളെ പിടിക്കണം, ചെറിയ മീനുകളെ പിടിച്ച് ഇരകളാക്കണം. അത് ഞാൻ ഒറ്റയ്ക്കാണ് വന്നേക്കുന്നത്. അത് ഇച്ചിരി ടാസ്ക്കാണ്. തോർത്ത് വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പിടിക്കണം. പിടിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പം വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഇരയായിട്ട് കോർക്കേണ്ട മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ കാണിക്കാം. ഈ മീനെയാണ് തോർത്ത് വെച്ച് ഞാൻ പിടിച്ചതാണ്. വലിയ പാടാണ്. ഇതിപ്പം 15 മിനിറ്റായിട്ട് ഈ ഒരെണ്ണത്തിനെയാണ് കിട്ടിയത്. ഈ മീനെയാണ് നമ്മൾ ഇരയായിട്ട് കോർത്തിരുന്നത്. ഇനി ഇതുപോലത്തെ ഒരു 4-5 എണ്ണത്തിനും കൂടെ പിടിക്കണം. ഇത് മാത്രം പോരാ. അങ്ങനെ നമ്മൾ 5 തീറ്റ് പിടിച്ചിരിക്കുകയാണ്. 5 അയിരയെ പിടിച്ചിട്ടുണ്ട്. 5 അയിര തന്നെ ഇപ്പോൾ അരമണിക്കൂർ കൊണ്ടാണ് ഈ 5 എണ്ണത്തിനെ കിട്ടിയത്. ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ 2 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കാനുള്ളതേ ഉള്ളൂ. ഈസി ആയിട്ട് പിടിക്കാം. ഇതാണ് അയിര. ഇതിനെ ഇനി നമ്മൾ കോർക്കാൻ പോവാണ് ചൂണ്ടയിലോട്ട്. ഇതാണ് നമ്മൾ ഇടാൻ പോകുന്ന ചൂണ്ട. സാധാരണ ചെറിയ ചൂണ്ടയാണ്. ഇതിലോട്ട് ഇനി നമുക്ക് ഈ മീനെ കോർക്കാം. ഇനി നമുക്ക് ചൂണ്ടയിലോട്ട് ഇര കോർക്കാം. എങ്ങനെയാണ് കാണിച്ചുതരാം. ഇങ്ങനെയാണ് നമ്മൾ കോർക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വായിക്കോടെ ഇങ്ങനെ കയറ്റി ഇങ്ങനെയാണ് നമ്മൾ കോർക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചൂണ്ട കോർത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു രീതിയിലാണ് ചൂണ്ട കോർത്തെടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു കമ്പൊടിക്കണം. ഈ കാണുന്ന കല്ലുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഓരോ ഹോളുകളുണ്ട്. അതിനകത്താണ് ഈ ആരകനും ബ്ലാഞ്ചിലും ഒക്കെ ഇരിക്കുന്നത്. ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത്. സാധാരണ എല്ലായിടത്തും പലയിടത്തും പല പേരാണ് ഇതിനൊക്കെ പറയുന്നത്. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ കുറഞ്ഞു. ഡാം അടച്ചു വിട്ടുകൊണ്ടാണ് ഇപ്പം കണ്ട് ഇത്രയും കുറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുന്നതിനിപ്പുറം നമുക്ക് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഇനി ഒരു കമ്പും കൂടെ ഒടിക്കാം. കമ്പ് എടുത്തിരിക്കുകയാണ്. ഇതാണ് കമ്പ്. ഇങ്ങനത്തെ ഒരു കമ്പ് എടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കമ്പ് എടുത്തിട്ട് ഈ ചൂണ്ട നമ്മൾ ഇതുപോലെ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കമ്പിനൊരു ചെറിയൊരു കീറലിങ്ങനെ കാണുമല്ലോ. എന്തോ ഒരു വിടവിലോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഉടക്കിക്കാൻ വെച്ചാൽ മതി. ഇങ്ങനെ നിന്നാൽ മതി. ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ സൗകര്യമാണ്. ഇനി നമുക്കിട്ട് നോക്കാം വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഇവിടെ ഇപ്പം വെള്ളം കുറഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു കല്ലിരിപ്പുണ്ട് കാണാതിരിക്കുന്നത്. ഈ കല്ല് ഇതിൻ്റെ ഇവിടെ കണ്ടൊരു ഹോള്. ഫസ്റ്റ് എന്തുവരെ നമുക്ക് ഇട്ട് നോക്കാം. നമ്മൾ അടുത്ത കല്ലിൻ്റെ അടിയിലിട്ടപ്പോൾ ചെറിയതായിട്ടൊന്ന് കുത്തുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ മീനുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ കല്ലൊന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണത്തില്ല. കാരണം വെള്ളം ഇച്ചിരി കൂടുതലും ഇവിടെ അധികം വെയിലിറങ്ങിയിട്ടില്ല. സൂര്യപ്രകാശം അവിടെയൊക്കെയാണുള്ളത്. അതുകൊണ്ട് അവർ ഡാർക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം ഇതിൻ്റെ എന്തോ ഒരു മീൻ കൊത്തിയിട്ടുണ്ട്. എന്തുവാണെന്ന് നമുക്ക് നോക്കാം. ചെറിയൊരു കൊത്തുണ്ട്. നമ്മൾ ഇതുപോലെ കൊത്തുവല്ലോ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കമ്പെടുത്തില്ല അതുപോലെ മാറ്റിയിടും. ഇതുപോലെ നമുക്ക് പിടിച്ചിറക്കി നോക്കാം. ചെറിയ വലിയ അങ്ങോട്ടുണ്ട്. ഇതൊരു ഞാൻ വലിക്കാൻ പോവുകയാണ്. ചെറുതാണോ വലുതാണോ എന്നൊന്നും അറിയില്ല. ഇങ്ങനൊന്ന് വെട്ടിച്ച് കഴിഞ്ഞാൽ കയറി ഉടക്കിക്കോളും. നല്ലതായിട്ട് മീൻ വലിക്കുന്നുണ്ട്. ലൈൻ പൊട്ടുമോ എന്നൊരു ഡൗട്ട്. ഇതാണ് മീൻ. സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതാണ് മീൻ. അത്യാവശ്യം ചെറുതാണ്. ഇത്ര വലുതൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിനാണ് കിട്ടിയത്.
ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഇതിന് ആരകൻ എന്നാണ് പറയുന്നത്. യൂട്യൂബിൽ ആരൽ എന്നൊക്കെ പറയുന്നത് ചിലർ. സൈസൊന്നുമില്ല, ഒരു 300 ഗ്രാം 250 ഗ്രാം വല്ല കാണും. നമുക്കങ്ങനെ ഒരു മീനെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതിനെ പിടിക്കാൻ നോക്കാം. അടുത്ത കല്ലിൻ്റെയൊക്കെ ഈ കാണുന്ന ഈ കല്ലുകളുടെ എല്ലാം അടിയിലോട്ടൊന്ന് ഇട്ട് നോക്കാം. ഞാനത് രണ്ടാമത്തെ കല്ലിൻ്റെ അടിയിൽ നിട്ടപ്പോൾ തന്നെ എനിക്കൊന്നിനെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ കാണും നോക്കാൻ വരും. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ചൂണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് വേറെ ആളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരനും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് മീൻ പിടിക്കുകയാണ്. 2 എണ്ണത്തിനെ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അവനോട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തോരം കിട്ടുമോ പോയി നോക്കാം. കാണണേ. വലിച്ചിറക്കാറായോ? പയ്യെ ഇറക്കിയാൽ മതി. പയ്യെ വെപ്രാളം വെക്കണ്ട. അതിന് ശരിക്കും ഉടക്ക് കയറി വീണട്ടെ പൊക്കി എടുത്തോണ്ട് പോന്നാൽ മതി. ഒരു വല്ലാത്ത വലിയല്ലേ? അതാ പുളുന്നാണോടാ? ഉടക്കിയോ? എന്തുവാ നീ ഇറക്കം എന്തുവാലും നീ പൊട്ടിക്കല്ലേ? കൊച്ചു വള്ളിയാ. അങ്ങനായിരിക്കും. നീ പയ്യെ പിടിയടാ. വലിച്ചിറക്ക. ഇറക്ക്. നീ പയ്യെ വലിച്ചു. അങ്ങോട്ട് പിന്നെയും വിട്ടു കൊടുക്കല്ലേ. ഇതൊരു ഞാനില്ലയോ? ഓ, പാമ്പിൻ്റെ കൂട്ടിരിക്കുന്നുണ്ടോ? കൊന്നേരെ. നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വൈകിട്ട് സൂപ്പർ എഡിറ്റിംഗ് നടന്നു. പക്ഷേ നേരെ തിരിച്ച നിന്റെ മറവായി പോയി പൊക്കി എടുക്കുന്നത്. നീ എന്തോ അത് ഒന്നുകൂടെ എടുക്കണ്ട. അത് മതി, ഇത് മതി. എടുക്കാം. ഓ, ഇനിയിപ്പം പൊക്കണോ? വേണ്ട, അത് കുഴപ്പമില്ല. കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിനെ ഞാൻ ഇതിനകത്തുനിന്ന് അതിൻ്റെ വേറെ സൈഡിൽ നിന്ന് ഒരു ബ്രാഞ്ചിൽ നേരത്തെ പിടിച്ചിട്ടുള്ളതാണ്. ചെറുതാണ്. ഒന്ന് തൂക്കി പിടിച്ചു. ഫോക്കസും കോപ്പൊന്നും അടിക്കുന്നില്ല ക്യാമറ പോലെ. അത് മതി. പാമ്പിൻ്റെ കൂട്ടെ